ഹായ് മുനീർക്ക. ആരത് എന്തൊക്കെയുണ്ട്? ഞാൻ ഇവിടെ തരാത്ത കക്കല്ല, ഇത് നായ്ക്കൊന പരിപ്പ്, നായ്ക്കറിന പരിപ്പ്. ഇതൊക്കെ എന്താ പരിപാടി? ഇത് നമ്മളെ ഈ ദാമ്പത്യ ബുദ്ധിമുട്ടിന് സമയം വിലൊക്കെ കിട്ടാൻ താല്പര്യമൊക്കെ ഉണ്ടാകും. ഓക്കെ, ഞാനൊന്നും പറയട്ടെ അവരോട്. എന്താന്ന് വെച്ചാലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കിടക്കപ്പായകൾ നല്ല ഉറക്കമാണ്. അപ്പൊ രാവിലെ ഒരു കോള് വന്നു കഴിഞ്ഞപ്പോ നല്ല മലപ്പുറം സ്ലാങ്ങിൽ ഒരാൾ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ ഇത് സാധാരണ എനിക്ക് ഒത്തിരി കോള് വരും കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയാ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ക്ലയൻസിനെ വിളിക്കുന്ന പലരും മാറി എന്നെ വിളിക്കാറ്. അപ്പൊ അങ്ങനെ ആയിരിക്കും ഓർത്തിട്ട് ഞാൻ എടുത്താനേ, ഹലോ ചാനലിൽ എൻ്റെ നമ്പറാണ് കേട്ടോ, വേറെ നമ്പറിൽ വിളിക്കാൻ ഇക്കാട് പറഞ്ഞു. അപ്പൊ ഇക്ക പറഞ്ഞു അതല്ല, നിങ്ങൾ ഇവിടെ വരണം, മലപ്പുറത്ത് വരണം. അപ്പോൾ ഞാൻ എന്താ ഇക്ക കാര്യം എന്ന് ചോദിച്ചു. ഇവിടെ ഒരു സംഗതി ഉണ്ട് അടിപൊളി. എനിക്ക് എന്താ സംഗതി എന്നൊന്നും മനസ്സിലായില്ല. ഞാൻ ഇവരെ ഒന്ന് കാണിക്കാം എല്ലാവരെയും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ആരംഭിക്കാം. ഇതാണ് സാക്ഷാൽ സഫേദ് മുസ്ലിം. സഫേദ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സഫേദ് മുസ്ലിം. വായിക്കാം, നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് അടുത്തേക്കില്ല, ക്യാമറയിൽ ഇവരെയൊക്കെ കാണിക്കണ്ടേ. ഓക്കെ, ഇത് മുനീർക്ക എന്ന് പറഞ്ഞാൽ മലപ്പുറംകാരൻ. ഇക്കയെ കാണാൻ തന്നെ അടിപൊളിയാണ്. ഇക്ക മുട്ടയൊക്കെ അടിച്ച് നല്ല, ഇവിടെ വരുമ്പോ ഇക്ക ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ഇക്ക നടത്തുന്ന ഒരു ചെറിയ സംരംഭം അല്ലേ? അതിനോടൊക്കെ പാരമ്പര്യമായിട്ടുള്ള സംരംഭം. ഓക്കെ, കൃഷിയുണ്ട്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ സഫേദ് മൂസലിയാണ്. സഫേദ് മുസ്ലിം ഇക്ക പറഞ്ഞത് എന്തിനാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ബുദ്ധിമുട്ടിൽ സമയം വിലൊക്കെ കിട്ടാൻ കുടിക്കണം. നമ്മൾ കല്യാണം കഴിച്ചാലും കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഇപ്പൊ ഇത് വേണം. നമുക്ക് എന്താ വെച്ചാൽ എനർജി, പവർ, പങ്കാളിനെ തൃപ്തിപ്പെടുത്താനുള്ള സമയം, ബലം ഒക്കെ വേണമല്ലോ. ആണിനും പെണ്ണിനും വേണം. മസിൽ പവറിനൊക്കെ ഉള്ള അശ്വഗന്ധ. അതായത് നമ്മുടെ ഞാൻ ഒന്ന് ചോദിച്ചോളാം, നമ്മുടെ എന്താ പറയാ, ഉത്തേജക മരുന്ന് എന്ന് പറയുന്ന മരുന്നല്ല, ഇതൊരു ഫുഡ് കാറ്റഗറിയാണ്. ഫുഡ് കാറ്റഗറി. ഉത്തേജകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടി നമുക്ക് പവറും അതിനുള്ള ഒരു സന്തോഷവും ആനന്ദവും കണ്ടെത്താനുള്ള ഒരു പൗഡർ. നമ്മുടെ വയാഗ്ര, ഈ കെമിക്കലാണ്. വയാഗ്ര അങ്ങനെയുള്ള ഒരുപാട്, ശരിക്കും അതിന്റെ ഉപയോഗം തന്നെയാണ് ഇത് നടത്തുന്നത്. അല്ല, ഇതും അതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചാൽ ഒരു 4-5 ദിവസമൊക്കെ ആവും നമുക്ക് ഇതിന്റെ റിസൾട്ട് അറിഞ്ഞു വരാം. മറ്റേതാണ് വൈകുന്നേരം കുടിച്ചാൽ രാത്രി റിസൾട്ട് ഉണ്ട്. അങ്ങനെയുള്ള കെമിക്കൽ ഗുളികൾ. ഇത് ടൈം എടുക്കും. പക്ഷെ ഇതിന് സൈഡ് എഫക്ട് ഉണ്ടാവില്ല, കേടുണ്ടാവില്ല. ഇതൊരു ഫുഡ് കാറ്റഗറി പെട്ട കിഴങ്ങാണ്. ഇത് കിഴങ്ങാണ്. ചെടീന്റെ കിഴങ്ങാണ്. ഇതെങ്ങനെ കൃഷി ചെയ്യാം? അപ്പൊ ഇത് നമ്മൾ കൃഷി ചെയ്യിപ്പിക്കാണ്, ഹരിയാനയിൽ കൃഷി ചെയ്യിപ്പിക്കാണ്. ഇത് ഒരുപാട് മെഡിസിനിൽ കൂട്ടുന്ന സാധനമാണ്. സഫേദ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരുപാട് മെഡിസിനിൽ. അല്ല, അത് എങ്ങനെയാണ് നിങ്ങളത് പിടിച്ചത്? ഞാൻ എന്ത് ശാസ്ത്രീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിൾ നിങ്ങൾ സെർച്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങളും എന്ത് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നുള്ളൂ. സഫേദ് മുസ്ലിം അടിച്ചാൽ മതി. സഫേദ് മുസ്ലിം ഫാം, സഫേദ് മുസ്ലിം മെഡിസിൻ, എന്തും അടിച്ചാൽ സ്പെല്ലിംഗ് അത് നിങ്ങൾ വോയിസ് കിട്ടാൽ സഫേദ് മുസ്ലിം. സഫേദ് മുസ്ലിം ഇതാണ് പ്രോഡക്റ്റ്. ഒക്കെ നമ്മളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് സഫേദ് മുസ്ലിം ആയിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങൾ വരും കേട്ടോ. ഇങ്ങനെ എന്താ പറയാ, വിക്കിപീഡിയയിലുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലേ, ഈ അതിന്റെ മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് ഇതല്ലാതെ ഈ സഫേദ് മുസ്ലിം കൊണ്ട് മറ്റെന്താ ഉപയോഗം? ഇതന്നെ ഉപയോഗം. ഇതാണ് മെയിൻ ആയിട്ട്. ഒരു എനർജി ബൂസ്റ്ററാണ്. അതായത് നമുക്ക് ഞാനൊരു കാര്യം, ഇത് കഴിച്ചാലേ കൗണ്ട് കൂടും. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നത്? പ്രോട്ടീൻസ് ഉണ്ടോ? ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ഇത് ശരിക്കും എങ്ങനെയാണ് നമ്മൾ കഴിക്കുക? ഇതിന്റെ പൊടിയാണ് ഉപയോഗിക്കുക. പൊടിയാണ്. അതൊന്ന് കാണിച്ചു തന്നാ. ഇതാണ് അതിന്റെ പൊടി പാക്കറ്റ്. ഇതിന്റെ കൂട്ടത്തിൽ നായ്ക്കൊന്നപ്പരിപ്പ് പറഞ്ഞ ഇതിന്റെ പൊടി ഉണ്ടാവും. നായ്ക്കൊന്നപ്പരിപ്പിന്റെ പൊടിയും ഉണ്ടാവും. ഈ പയറിന്റെ ഇതിന്റെ പൊടി, അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ, നമ്മളിവിടെ വന്നപ്പോ കണ്ട സാധനം ഇതാണ്. അതെ. ഇത് രണ്ടും ഒരുമിച്ചാണ് കഴിക്കേണ്ടത്. ഈ 2 പൊടിയില്ലേ, ഇതിന്ന് രണ്ടിന്നും ഓരോ ടീസ്പൂൺ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിട്ട് മിക്സ് ആക്കി തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ട് പാലൊഴിച്ച് കുടിക്കലാണ്. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അത് കുടിക്കേണ്ടത്. അങ്ങനെ എത്ര നാൾ ഉപയോഗിക്കണം? 10 ദിവസം കുടിക്കണം. ഇത് 50 ഗ്രാമിന്റെ ഓരോ പാക്കറ്റാണ്. 10 ദിവസം കുടിക്കാണ്ടാവും. 5 ഗ്രാം വെച്ചിട്ട് എടുത്താണ് ഡെയിലി, ചെറിയ ടീസ്പൂൺ വെച്ചിട്ട്. അങ്ങനെ രാത്രി ഇത് കുടിക്കുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് എല്ലിനും മസിലിനും പവർ കിട്ടാനും രക്തോട്ടം കൂടാനും എനർജി കിട്ടാനും ഈ അശ്വഗന്ധവും കുടിക്കണം. അത് പകലാ കുടിക്കണ്ടേ. അതാണ് ഈ സാധനം, അശ്വഗന്ധം. ഇതൊരു ചെടീന്റെ വേരാണ്. ഇത് പൊടിച്ചിട്ടുണ്ടാക്കണതാണ് ഈ സാധനം. ഈ സാധനം ഇതാണ് ഇവിടെ ചാക്ക് കണക്കിനുണ്ട്, കണ്ടോ? അതാണ് അശ്വഗന്ധം, ഇതാണ് സഫേദ് മുസ്ലിം, ഇതാണ് നായ്ക്കൊന്നപ്പൊടി. ഇത് പകൽ എപ്പോഴും കഴിക്കാം. വെള്ളത്തിൽ തിളപ്പിച്ച് ചൂടാറിയിട്ട് പാലൊഴിച്ച് കുടിക്കുക. വേറെ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല. ഇത് ഫുഡ് കാറ്റഗറിയാണ്, കെമിക്കൽ അല്ല. പയറും കിഴങ്ങൊക്കെ പൊടിച്ചുണ്ടാക്കണം, ചെടീന്റെ പേര് അങ്ങനെയൊക്കെ ഉള്ളത് പൊടിച്ചുണ്ടാക്കണം. അല്ലാത്ത പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ നായ്ക്കുറിന പരിപ്പേ ശരിക്കും ചൊറിയുന്ന ഒരു സാധനമല്ലേ? അത് ഈ കുരുവല്ല ചൊറിയ. ഇതൊരു വള്ളിമണ്ടാണ്, ഒരു പയറാണ്. ആ പയറിന്റെ മുകളിൽ ഒരു പൂച്ചരോഗമായിട്ടുള്ള ഒരു പൊടി ഉണ്ടാവും, അതാണ് ചൊറിയ. അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം
വരുന്നതാണ് ഈ പയർ. ഈ പയർ തോല് പൊളിച്ച് വരുന്നതാണ് ഈ പയർ. ഇനി ഇതിന്റെ ഉള്ളിലുള്ള ഒരു ഓയിൽ ഉണ്ട്, ആ ഓയിൽ ഒഴിവാക്കണം. തിളപ്പിച്ചിട്ടൊക്കെ അതിനൊരു മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉണക്കിയിട്ടാണ് ഇത് പൊടിക്കുക. നമ്മൾ ഈ അശ്വഗന്ധ ഉണ്ടല്ലോ, ഈ അശ്വഗന്ധന്റെ പുറത്തുള്ള തോലുണ്ടല്ലോ, ഇതല്ല ഇതിന്റെ കളറ്. ഇതിങ്ങനെ ചെത്തണം കണ്ടോ. ഇതിന്റെ ഉള്ളിലുള്ള ഇതാണ് അശ്വഗന്ധ തന്നെ. ഈ ചെറിയ തോല് ചെത്തി ഒഴിവാക്കണം. ഒഴിവാക്കിയതിന്റെ ശേഷം നമ്മൾ പൊടിക്കണം. അതിനും സംസ്കരണം ഉണ്ട് ഇതിന്. അങ്ങനെ ചെയ്തതിന്റെ ശേഷമാണ് ഇതിന്റെ ഗുണങ്ങൾ കിട്ടുക. ഇതിന് എന്നാ റേറ്റ് വരും? ഇത് ഒറിജിനൽ ഈ വൈറ്റ് മുസ്ലിം ഇന്നത്തെ മാർക്കറ്റിൽ 10,000 മേലെ വില വരും. ഏത് ഈ നമ്മുടെ കിഴങ്ങിന് മാത്രം? കിഴങ്ങിന് മാത്രം. അപ്പോൾ പൗഡറിന് എന്നാ റേറ്റ് വരും? പൗഡർ ഇപ്പോഴത്തെ ഇതിൽ ഞങ്ങളിത് 400 രൂപ കൊടുക്കുന്നത്. ഒരു അതെന്താ 50 ഗ്രാമിന്റെ പാക്കറ്റ്. 50 ഗ്രാം 400 രൂപയ്ക്ക്. പക്ഷെ ഇത് അങ്ങനെ സെപ്പറേറ്റ് അല്ല ഇത് കൊടുക്കുക. ഇത് 3 കൂടിയാ കൊടുക്കുക. 3 കുടിക്കണം, അപ്പോൾ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. 2 രാത്രി 1 പകല്. സഫേദ് മുസ്ലിം ആയിക്കൊണ്ടപടി രാത്രി, അശ്വഗന്ധ പകല്. ഇതെന്താ ഇരിക്കുന്നത്? ഇതാണ് നമ്മളെ കുന്നമ്പായക്കന്റെ പൊടി എന്ന് പറയും. ഏത്തവാഴയാണോ? ഏത്തവാഴല്ല, കുന്നമ്പായ. കുന്നമ്പാഴ എന്നാ ഇവിടെ പറയും, കണ്ണമ്പായ എന്ന് പറയും ചില സ്ഥലത്ത്. ഞങ്ങളിവിടെ ഇതെന്തിനു ഉപയോഗിക്കുന്നു? ഇതിപ്പോ നമ്മള് കുട്ടികളൊക്കെ ഇല്ലേ, 6 മാസം തൊട്ടിട്ട് കുട്ടികള്, ചോറൊക്കെ കഴിക്കാത്ത കുട്ടികള്, അവർക്ക് ഫുഡാക്കി കുറുക്കാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരുപാട് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്? ഞങ്ങൾ ഒരു 10-12 പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? കുട്ടികൾക്ക് തേക്കാനുള്ള വെന്ത വെളിച്ചെണ്ണ ഉണ്ട്. വെന്ത വെളിച്ചെണ്ണ ഞങ്ങളിവിടെ പറയാം, മലപ്പുറത്ത് പറയുകയാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇപ്പൊ പല മോഡലിലും അത് തന്നെ, വെർജിൻ കോക്കനട്ട് ഓയിൽ. പിന്നെ കൂവപ്പൊടി, കസ്തൂരി മഞ്ഞൾ, അങ്ങനെയൊക്കെ ഉള്ളുണ്ട്. 10-12 പ്രോഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടാണ് കറ്റാർവാഴന്റെ എണ്ണ. ഇതെല്ലാം നമ്മളിവിടെ സംസ്കരിക്കുന്നത്. ഇവിടുത്തെ സംസ്കാരം. നമ്മളങ്ങനെ മുനീർഖാന്റെ സഫേദ് മൂസലിപ്പൊടി, അതാണ് ഇതിന്റെ പേര് കേട്ടോ. സഫേദ് മൂസലിപ്പൊടിയാണ് പരിചയപ്പെട്ടത്. ഇത് നിങ്ങൾക്കൊരു നല്ല പ്രോഡക്ട്സ് ആയിരിക്കുമെന്നാണ് മുനീർഖാൻ ഉറപ്പായും വാഗ്ദാനം ചെയ്യുന്നത്, അല്ലേ? 100%. അപ്പോൾ അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുനീർഖാൻ വിളിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരും. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വാട്സപ്പിൽ വോയിസ് വിട്ടാൽ വാട്സപ്പിൽ വോയിസ് വിട്ട് കഴിഞ്ഞാൽ ഫോൺ അടിക്കുമ്പോൾ ഞാൻ എന്ത് തിരക്കിലോ ഏതെങ്കിലും കാട്ടിലോ മലയിലൊക്കെ. സഫേദ് മൂസലിയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരിടയ്ക്ക് മലപ്പുറം കോഴിക്കോട് സൈഡിൽ നല്ലൊരു രീതി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളതാണ്. പക്ഷെ ഇപ്പൊ അത് അങ്ങനെ ഇല്ല. സഫേദ് കുറച്ചാളായി കേൾക്കാറില്ലാത്ത. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിയാനയിൽ നമ്മൾ കൃഷി ചെയ്യിപ്പിക്കണോണ്ട് നമുക്ക് കിട്ടുക. അത് നമ്മളവിടെ പോയിട്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരാം. അതിന്റെ മെറ്റീരിയലും പ്രോഡക്റ്റും ആണ് ഈ കാണുന്നത്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. പുതിയൊരു പ്രോഡക്റ്റും അല്ല, ഞാൻ അതൊരു പുതിയൊരു ആളും അല്ല. ഞങ്ങൾ തലമുറയായിട്ട് കൊണ്ടെടുക്കണം. ഓക്കെ, അപ്പൊ മുനീർക്ക വളരെ സന്തോഷം പരിചയപ്പെട്ടതിൽ. ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇതിന്റെ കൃഷി കാണാമെന്ന് എനിക്ക് വലിയ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ മലപ്പുറത്ത് നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. ഐ എം ജോബിങ് എ മണി, സൈനിങ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.